വിശുദ്ധ പുരുഷൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെ വിവരിക്കുന്നതാണ് 67-ാം സങ്കീർത്തനം. ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാ ജാതികളിലേക്കും വ്യാപിപ്പിക്കട്ടെ എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഒരു സ്തുതിഗീതമാണിത്. ദൈവം തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ഫലമായി ലോകമാകെ ദൈവത്തെ അറിയുകയും ഭയപ്പെടുകയും ചെയ്യുമെന്നതാണ് ഇതിൻ്റെ ആന്തരിക സന്ദേശം. ഭൂമി അതിൻ്റെ വിളവ് നൽകി. നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു. ഭൂമി മുഴുവൻ അവിടുത്തെ ഭയപ്പെടട്ടെ. സങ്കീർത്തനം 67-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. 68-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ദൈവത്തിൻ്റെ ജൈത്രയാത്ര വിവരിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം, രക്ഷ, നീതി, അനുഗ്രഹം, ജനങ്ങളുടെ മധ്യേ ദൈവത്തിൻ്റെ സാന്നിധ്യം, ഇവയെല്ലാം ചേർന്നുള്ള ഒരു മഹാഗീതമാണിത്. നീതിമാന്മാർ സന്തോഷഭരിതരാകട്ടെ. ദൈവസന്നിധിയിൽ അവർ ഉല്ലസിക്കട്ടെ. അവർ ആനന്ദം കൊണ്ട് മതിമറക്കട്ടെ. ദൈവത്തിന് സ്തുതി പാടുവിൻ. അവിടുത്തെ നാമത്തെ പ്രകീർത്തിക്കുവിൻ. മേഘങ്ങളിൽ സഞ്ചരിക്കുന്നവന് സ്തോത്രം ആലപിക്കുവിൻ. കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. അവിടുത്തെ മുമ്പിൽ ആനന്ദിക്കുവിൻ. സങ്കീർത്തനം 68-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ. ദൈവം തൻ്റെ ജനത്തെ നയിക്കുകയും ദുഷ്ടന്മാരെ ചിതറിക്കുകയും അനാഥരെയും വിധവകളെയും സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ ഇതിവൃത്തം. നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ്. മരണത്തിൽ നിന്നുള്ള മോചനം ദൈവമായ കർത്താവാണ് നൽകുന്നത്. ദൈവം തൻ്റെ ശത്രുക്കളുടെ ശിരസ് തകർക്കും. ദുർമാർഗത്തിൽ ചരിക്കുന്നവരുടെ കേശാലങ്കൃതമായ നെറുക തകർക്കും. സങ്കീർത്തനം 68-ാം അധ്യായം 20-21 തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.